ക്രൈസ്തവ സമുദായം ഇടഞ്ഞു തന്നെയാണ്. എന്തായാലും ഇത്രയും കാലം കേരളത്തിലെ രണ്ട് മുന്നണികളും മാറി മാറി പറ്റിച്ചുകൊണ്ടിരുന്നു. ഇനി അത് നടക്കില്ല എന്ന് ക്രൈസ്തവ സമുദായം ഒന്നടങ്കം തീർച്ചപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ രണ്ട് മുന്നണികളെയും ക്രൈസ്തവ സമുദായം തള്ളിപ്പറയണമെന്നുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ സമുദായം ഏത് പക്ഷത്തേക്ക് തിരിയുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവർ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. ന്യൂനപക്ഷം എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ വോട്ടിന് വേണ്ടിയിട്ട് കേരളത്തിലെ LDFും UDFും അരമന തിണ്ണനിറങ്ങിയിട്ടുള്ള കഥയൊക്കെ നമുക്കറിയാം. AK ആൻ്റണിയുടെ കാലത്തൊക്കെ രൂപതയിൽ പോകുമ്പോൾ അന്ന് ഇപ്പോഴത്തെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ചമഞ്ഞു നടക്കുന്ന MA ബേബി പറയാറുണ്ടായിരുന്നു, ആ രൂപത എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാര് അരമന കയറി ഇറങ്ങുകയാണെന്ന്. ആ CPMകാർ തന്നെയാണ് പിന്നീട് അരമന കയറി ബിഷപ്പുമാരുടെ കൈ പിടിച്ച് മുത്തുകയും കാൽ കഴുകി കുടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ക്രൈസ്തവ സമുദായം ഒന്നടങ്കം തിരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ LDFും UDFും പരാജയപ്പെട്ടിരിക്കുന്നു. അവർ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുകയാണ്. ഒരുപക്ഷെ വന്യമൃഗങ്ങളോട് തങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കരുണയുണ്ടാകും എന്നാണ് ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് പാംബ്ലാനിയുടെ മുമ്പൊരിക്കലത്തെ പ്രസ്താവന ഇരു മുന്നണികളുടെയും തലപ്പത്തിരിക്കുന്നവരെ ചൊടിപ്പിച്ചതാണ്. നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം എന്ന് പറഞ്ഞത് LDFനും UDFനും ഒരുപോലെ ഹാലിളകി എന്നുള്ളതാണ്. അവിടെ അവർ മനസ്സിലാക്കി വോട്ട് ചോർന്നു എന്ന്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP ഇടം പിടിക്കുന്നുണ്ട്, BJP വേരൂന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്രൈസ്തവ സമുദായത്തെ BJP പലപ്പോഴും BJP ചേർത്ത് നിർത്തുന്നുണ്ട്. അത് എന്തുകൊണ്ട്? LDFും UDFും അവരെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തതുകൊണ്ടാണ്. ക്രൈസ്തവ സമുദായത്തിലുള്ള പലരെയും BJP മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. PC ജോർജും ഷോൺ ജോർജും AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും അതുപോലെ തന്നെ ഇദ്ദേഹം അൽഫോൻസ് കണ്ണന്താനവും ഒക്കെ പ്രധാനപ്പെട്ടവർ തന്നെയാണ്. ഇത് ക്രൈസ്തവരെ കൂടുതലായിട്ട് BJPയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി ബില്ലും മുനമ്പം വിഷയത്തിലും ഒക്കെ കൃത്യമായ ഒരു കാര്യങ്ങൾ ക്രൈസ്തവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടം അവർക്കുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ BJP പല ആവശ്യങ്ങളും ക്രൈസ്തവരുടേത് ആഗ്രഹം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും സാധിച്ച് കൊടുക്കുന്നതും ഒക്കെ തന്നെ ഈ കേരളത്തിലുള്ള സമുദായത്തിലുള്ള നേതാക്കന്മാർ വഴി തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് BJP മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി, മുസ്ലിം സമുദായത്തിലുള്ളവരുമായിട്ടും ഞങ്ങൾ അടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യൂനപക്ഷ സമുദായത്തെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു, ക്രൈസ്തവ സമുദായത്തെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞു. ഒരു കാലത്ത് നമുക്കറിയാം, കേരളത്തിൽ എപ്പോഴും LDF തരംഗം ഉണ്ടാകുമ്പോഴും UDFനെ രക്ഷിച്ചു നിർത്തുന്നത് ഒരു ജില്ല എറണാകുളമാണ്. കാരണം ക്രൈസ്തവർ കൂടുതൽ ഉള്ള ഒരിടമാണ്. UDFൻ്റെ ഒരു പച്ച തുരുത്തായി മാറുകയും ചെയ്യും. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഇപ്പോൾ ഹൈബി ഈഡൻ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതായി. പക്ഷേ ഇന്ന് ഹൈബി ഈഡന് മുനമ്പത്തുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് അറബിക്കടലിൽ തള്ളുമെന്നുള്ളതാണ്. മുനമ്പം വിഷയത്തിൽ ഹൈബി ഈഡൻ കാണിച്ചിട്ടുള്ള കള്ളത്തരം, കോൺഗ്രസ് പാർട്ടി കാണിച്ചിട്ടുള്ള കള്ളത്തരം, ഇതൊക്കെ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ്.
ഇരു മുന്നണികളും ആ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്തൊക്കെ തന്നെ പിണറായി വിജയൻ എന്തായിരുന്നു, മുസ്ലിം സമുദായത്തിന് ഇല്ലാത്ത തരത്തിലുള്ള വലിയ ഒരു ആവേശവും ഒക്കെ ആയിരുന്നു അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്. എന്തിനു വേണ്ടി? വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിലുള്ളവർ നരേന്ദ്രമോദിയോ BJPയോ എതിർത്ത് സംസാരിക്കുന്നില്ല. പിണറായി വിജയനാണ് സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി, അവരുടെ രക്ഷകനായിട്ട് നിന്നുകൊണ്ട്. പക്ഷെ കാര്യങ്ങളെല്ലാം പിന്നീട് ഇപ്പോൾ അവർക്ക് മനസ്സിലായി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, വേണ്ടി വന്നാൽ അവരുമായും പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറിമറിയും. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം ഈ മുൻപ് പല സമയത്തും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്രൈസ്തവ സമുദായം ഇങ്ങനെ പറയാറുണ്ട്. ആ പറച്ചിലല്ല ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായും വളരെ തൻ്റെയിടത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഒരു മുന്നണിയുമായിട്ട് ഇനിയും സഹകരിക്കാൻ താല്പര്യമില്ല. കാരണം പലതരത്തിലും വേണ്ട തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു. അനർഹമായതൊന്നും വേണ്ട, അർഹിക്കപ്പെട്ടതായ കാര്യങ്ങൾ, സമുദായത്തിനോടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ക്രൈസ്തവ വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ 2021 ജോസ് കെ മാണി വിഭാഗത്തെ LDFിലേക്ക് കൊണ്ടുവന്നത്. ക്രൈസ്തവർ കൂടുതലുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പിനാണ് കൂടുതലായിട്ട് ക്രൈസ്തവ വിഭാഗം ഉള്ളത്. അതിൻ്റെ ഗുണം 2021 പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായി. സെൻട്രൽ ട്രാവൻകൂറിലെ മണ്ഡലങ്ങൾ പലതും പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ അവരവിടെ നേടുന്നത്, അവർ അതൃപ്തരാണ്. വേണ്ട തരത്തിലുള്ള ജോസ് കെ മാണിക്ക് പിന്നെ ആർത്തി കൂടുതലാണ്. അതുകൂടാതെ സമുദായത്തിന് തന്നെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവകാശപ്പെട്ടത് കിട്ടുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാണ്. അപ്പോൾ LDFിൽ നിന്നും UDFിൽ നിന്നും ഒരുപോലെ അകന്നു പോകുകയാണ് ക്രൈസ്തവ സമുദായം. അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ രാജ്യാന്തര സമ്മേളനത്തിൽ ഈ സമുദായം വലിയൊരു നിലപാടെടുത്തിരിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തെ വേണ്ടാത്ത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് ആ നിലപാടെടുത്തിരിക്കുന്നത്. അത് വരുമ്പോൾ ഇത് വെറും ഒരു സാധാരണ മട്ടിലുള്ള പറച്ചിലല്ല, ഒരു ഒഴുക്കൻ മട്ടിലുള്ള പറച്ചിലല്ല, മറിച്ച് ഇവർ BJPയോടൊപ്പം ചേർന്ന് കഴിഞ്ഞ് നിന്നുകൊണ്ടുള്ള ഒരു പറച്ചിൽ തന്നെയാണ്. ഇനി നിങ്ങൾ അരമന നിരങ്ങാൻ വരണ്ട, ഞങ്ങൾ തന്നെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തി എങ്ങോട്ടേക്ക് ഞങ്ങൾ മാറും, എങ്ങോട്ടേക്ക് ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. രണ്ട് മുന്നണികളെയും ഞങ്ങൾ മാറി മാറി പരീക്ഷിച്ചു, ഇനി ഞങ്ങൾ മറ്റൊരു മുന്നണിയിലേക്ക് എന്നാണിതിൻ്റെ സാരം.